ഇതിനു മുമ്പ് പലതവണ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്. പക്ഷെ ബിസിനസ്സുകാരിയായ സിത്താര ശ്രീനിവാസന്റെ നേരെ പകർപ്പ് എന്നല്ലാതെ മറ്റൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ആ കുട്ടിയുടെ സംസാരം, പെരുമാറ്റം, വാക്കുകളിൽ പോലും സൂക്ഷിക്കുന്ന വിനയം സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചു. ഐശ്വര്യവും സൗന്ദര്യവും ഒരുപാടങ്ങ് കൂടിയതുപോലെ. പണ്ടൊക്കെ അടുത്തു വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പെരുമാറ്റത്തിലൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പെരുമാറ്റത്തിൽ അങ്ങനെ ഒരു സൂചനയില്ല. ആക്സിഡന്റ് ആ കുട്ടിയെ വല്ലാതെ മാറ്റിമറിച്ചിട്ടുണ്ട്. കളരിക്കൽ കുടുംബത്തിലെ മരുമകളാകാൻ ഇതിനേക്കാൾ നല്ലൊരു കുട്ടി ഇല്ല എന്ന് വരെ തോന്നിപ്പോയി. അതെ, നവീന് നന്നായി ചേരുന്ന കുട്ടി. എന്തു ഭംഗിയായിട്ടാ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നേ. തമാശ പറയുന്നു, പൊട്ടിച്ചിരിക്കുന്നു, ഒരു ചെറിയ പെൺകുട്ടിയെ പോലെ. അമ്മേ, പക്ഷേ പറഞ്ഞിട്ടും ആഗ്രഹിച്ചിട്ടും ഒന്നും കാര്യമില്ലല്ലോ. ഗാദിയുടെ സ്വഭാവം മാറിയതുകൊണ്ട് ശാപത്തിന്റെ തീവ്രത കുറയില്ലല്ലോ. ഇപ്പോഴും വേർപിരിക്കണം തന്നെയാണോ അമ്മയുടെ മനസ്സിൽ? നവീനും ഗാഥയ്ക്കും നല്ലത് അതുതന്നെയല്ലേ. പരീക്ഷണങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ നന്ദ. പരീക്ഷണങ്ങൾക്ക് ശ്രമിച്ചപ്പോഴൊക്കെ വേദനയല്ലേ പകരം കിട്ടിയിട്ടുള്ളൂ. വേറൊന്നും നമ്മൾ ചിന്തിക്കണ്ട. നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. മുമ്പ് ആ തീരുമാനത്തിന് ശ്രമിക്കുമ്പോൾ അവര് തമ്മിൽ പിരിയുന്നതിന് വലിയ വേദനയില്ലായിരുന്നു. പക്ഷേ ഇനി വേദനിച്ചുകൊണ്ടേ ചെയ്യാൻ പറ്റൂ. അതെ, നവീനെ പോലെ തന്നെ ആ കുട്ടിയെ നമ്മളിപ്പോ സ്നേഹിക്കുന്നു. സങ്കടത്തോടെ വേർപിരിക്കേണ്ടി വരും. അതുതന്നെ നടക്കട്ടെ. കാര്യം ശരി തന്നെയാ. ചെയ്യുന്ന ജോലിക്ക് ഞാൻ കാശ് വാങ്ങിക്കുന്നുണ്ട്. അതെ, എന്റെ ഗതികേട്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന അത്ര ആത്മാർത്ഥതയോടെ ഞാൻ ചെയ്യുന്നില്ലേ? അതാ ഗാഥാമേടത്തിന് വേണ്ടിയല്ലേ. അത് മനസ്സിലാക്കുന്നില്ലെന്ന് വെച്ചാ എന്താ മോളെ സംഭവിച്ചേ? ആഹാ, അയ്യോ എന്റെ ഗോപാലമ്മ, എന്നെക്കൊണ്ട് ഈ പണി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ പെണ്ണതിന് സമ്മതിക്കത്തില്ല. മോള് കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യം എന്താ? അവര് കെട്ടാനിരിക്കുന്ന ആ ഒരു ചെറുക്കനുണ്ടല്ലോ, എന്നോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാനാണല്ലോ ഗാദിയായിട്ട് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് പുറത്തേക്ക് വിളിച്ചോണ്ട് പോകുമ്പോ അങ്ങേരുടെ വേറൊരു കൽപ്പന. അവിടെ കിടക്കുന്ന ഗാദിയുടെ ചെരുപ്പിട. അതാണെങ്കി കുട്ടിയും കോലും പോലെ ഇങ്ങനെ നിക്ക. അതിട്ടിട്ട് ഞാനൊരുമാതിരി താറാവ് നടക്കുന്ന പോലെ നടന്നത്. എനിക്ക് കുട്ടനാട്ടിൽ അതൊന്നും ഇട്ട് പരിചയല്ല. ഞാൻ കെട്ടിമറിഞ്ഞങ്ങ് വീണു. ഞാൻ വീഴുന്നുണ്ടപ്പോ അയാൾ എന്നെ അങ്ങ് കയറി പിടിച്ചു. അതാ പിശാച് കണ്ടു എന്നാ പറയുന്നത്.